ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് വാഹനത്തിൻ്റെ ട്രാൻസ്മിഷൻ ഓയിൽ ചേഞ്ച് ചെയ്യാറില്ല എന്നുള്ളത്. അപ്പോൾ വാഹനത്തിൻ്റെ ട്രാൻസ്മിഷൻ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നങ്ങളും അതേമാതിരി തന്നെ എപ്പോഴാണ് ഒരു ടൊയോട്ട വാഹനത്തിൻ്റെ ട്രാൻസ്മിഷൻ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട പീരീഡ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഉപകാരപ്പെട്ടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനങ്ങളുടെയൊക്കെ ട്രാൻസ്മിഷൻ ഓയിൽ പലരും ചേഞ്ച് ചെയ്യാൻ മടിക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ആഫ്റ്റർ റിപ്ലേസ് ദ ഓയിൽ ചിലപ്പോൾ ട്രാൻസ്മിഷനിൽ ജെർക്കിങ്ങിലോ അതേമാതിരി തന്നെ ഗിയറിൽ എന്തെങ്കിലും ജെർക്കിങ്ങോ ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ കൃത്യമായ സർവീസുകളിൽ ട്രാൻസ്മിഷൻ ഓയിൽ മാറിക്കഴിഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളും സംഭവിക്കാറില്ല. ഈ കാണുന്ന ഒരു RAV4 1,06,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. നോർമലായിട്ട് നമ്മൾ ട്രാൻസ്മിഷൻ ഓയിൽ ചേഞ്ച് ചെയ്യാറുള്ളത് 1,00,000 കിലോമീറ്ററിലാണ്. അതേമാതിരി തന്നെ ട്രാൻസ്മിഷൻ ഓയിൽ റിപ്ലേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വാഹനത്തിൽ വല്ല ഗിയർ ജെർക്കോ അതേമാതിരി തന്നെ എന്തെങ്കിലും സ്ലിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കണം. അതേമാതിരി തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഓയിൽ മാറിക്കഴിഞ്ഞാൽ അത് ജെർക്ക് വരാനൊക്കെ സാധ്യത കൂടുതലാണ്. ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന ഒരു 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. ഇത് ഹൈബ്രിഡ് വാഹനമൊന്നല്ല, നോർമൽ ആയിട്ടുള്ള ഒരു പെട്രോൾ വാഹനമാണ്. ഇതിൽ കാണുന്നത് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. അതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കോർണർ മുതൽ ഈ ഒരു സെൻറ്റർ വരെയാണ് ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത്. ഇനി അവിടെ നിന്ന് ഈ സെൻറ്ററിൽ നിന്ന് ഈ ഒരു കോർണർ വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ട്രാൻസ്മിഷൻ വരുന്നത്. അപ്പോൾ ട്രാൻസ്മിഷൻ ഓയിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ സംഭവും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചെടുക്കണം. അതേമാതിരി തന്നെ ഇത് കണ്ടല്ലോ, നമ്മൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഇതിൻ്റെ സോളിനോടും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഓയിലിൻ്റെ കണ്ടീഷൻ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ഇതിൻ്റെ ഫിൽറ്ററാണിത്. അപ്പോൾ ഓയിൽ ബാഡ് കണ്ടീഷൻ ആയിട്ടുണ്ട്, എന്നാൽ ഫിൽറ്റർ അതിന് മാത്രം കച്ചറ ആയിട്ടില്ലെങ്കിലും അതേമാതിരി തന്നെ ക്ലച്ച് കരിഞ്ഞ മണമൊന്നും വന്നിട്ടില്ലെങ്കിലും ഓയിൽ നല്ലപോലെ ഡേർട്ടി ആയിട്ടുണ്ട്, നല്ല കച്ചറയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എപ്പോഴും നമ്മൾ ട്രാൻസ്മിഷൻ ഓയിൽ നമ്മൾ റിപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫിൽറ്ററും കൂടി മാറാൻ ശ്രദ്ധിക്കണം. അതേമാതിരി തന്നെ സംഭവിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഓയിൽ നമുക്ക് ചോർത്താൻ സാധിക്കത്തുള്ളൂ. ആ സമയത്ത് തന്നെ നമുക്കിതിൻ്റെ ഗ്യാസ്കറ്റ് നമുക്ക് റിപ്ലേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ സോളിനോടും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ സോളിനോടോ അതേമാതിരി തന്നെ DTCയോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. അതേമാതിരി ഇതിൻ്റെ സമ്പ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ സമ്പിൻ്റെ അകത്തായിട്ട് തന്നെ 4 മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും മെറ്റൽ പീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ മാഗ്നറ്റ് വലിച്ചെടുക്കും. ഇതിപ്പോൾ നമ്മളെല്ലാം തന്നെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഷിബിനാണ് ഇതൊക്കെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതേമാതിരി തന്നെ നമ്മൾ ഫിൽറ്റർ നമ്മൾ പുതിയത് തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിച്ചിട്ടുണ്ട്. ടൊയോട്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. ഇനി അതേമാതിരി തന്നെ പലർക്കും ഒരു ഡൗട്ടുള്ള കാര്യമാണ് ഈ വാഹനത്തിൻ്റെ ഓയിലിൻ്റെ ലെവൽ എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓയിലിൻ്റെ ലെവൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഓയിൽ സമ്പിൽ തന്നെയുള്ള ഒരു നട്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഓയിലിൻ്റെ ലെവൽ ചെക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഓയിലിൻ്റെ ലെവൽ നട്ട് കൂടാതെ തന്നെ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുന്നതും അതേമാതിരി തന്നെ ഡ്രെയിൻ ചെയ്യുന്നതിനും ഒരു നട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടൊരു ചെറിയൊരു നട്ട് കാണാം. ഈ ഒരു നട്ട് തന്നെയാണ് നമ്മളിതിൻ്റെ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുന്നതും അതേമാതിരി തന്നെ ഡ്രെയിൻ ചെയ്യുന്നതും ഈ ഒരു നട്ട് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തായിട്ടൊരു പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഉണ്ട്. അതുവഴിയാണ് നമുക്കതിൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നത്. ഇനി അതേമാതിരി തന്നെ നമ്മളിവിടെ ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു നട്ട് ഉപയോഗിച്ചാണ്. അപ്പോൾ ഇവിടെ ഈ നട്ട് ഊരി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാം. എന്നാൽ അതല്ല ഇത് ഈ വാഹനത്തിൻ്റെ ലെവൽ നട്ട് എന്ന് പറയുന്നത്. പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവാറുണ്ട്, അത് ലെവൽ നട്ടാണോ എന്നുള്ളത്. ഇനി നിങ്ങൾ മാറാൻ പോകുന്ന വാഹനത്തിൻ്റെ ട്രാൻസ്മിഷൻ ഓയിൽ ക്ലച്ച് കരിഞ്ഞ മണോ അല്ലെങ്കിൽ ഗിയർ ജെർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമറോട് ഇൻഫോം ചെയ്തതിന് ശേഷം മാത്രം മാറുക. ചില സമയത്ത് നിങ്ങൾ മാറിയതിന് ശേഷം നിങ്ങൾ ഓയിൽ മാറിയതിന് ശേഷം ഗിയർ ജെർക്കോ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ വാഹനത്തിൻ്റെ എല്ലാം ഓക്കെയാണ്, വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇതേപോലെയുള്ള വർക്കും കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാൻ പറ്റിയ നല്ല വർക്ക്ഷോപ്പാണ് ആര്യ ഓട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.